വിടാമുയർച്ചയ്ക്ക് എന്താണ് സംഭവിച്ചത്? അജിത് കുമാറിന്റെ മാസ് സീനുകളും ഡയലോഗുകളുമൊക്കെ പ്രതീക്ഷിച്ചാൽ നിരാശയാവും ഫലം. അജിത്തിന്റെ ഇമേജ് ഈ സിനിമയ്ക്ക് ഒരു ബാധ്യതയായിട്ടുണ്ട് എന്ന് തന്നെയാണ് സിനിമ കണ്ടപ്പോൾ തോന്നിയതെന്നാണ് ആരാധകർ പറയുന്നത്. ഒറിജിനലിന്റെ ക്ലാസിക് ആയിട്ടുള്ള ക്ലൈമാക്സിനു പകരം ആരാധകരെ കൂടി ബോധിപ്പിക്കാൻ ഒരുക്കിയ ഒരു ക്ലൈമാക്സ് വിചാരിച്ച ഒരു ഇമ്പാക്റ്റ് സിനിമയ്ക്ക് നൽകിയില്ല എന്നാണ് പലപ്പോഴും തോന്നിയതെന്നാണ് ആരാധകർ പറയുന്നത്. എന്നിരുന്നാലും സിനിമ ഒരു ഡീസന്റ് വാച്ച് തന്നെയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പടം തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ തീരുന്നതുവരെ ഒറ്റപ്പോക്കാണ്. 1.5 മണിക്കൂർ കഷ്ടിയുള്ള ബ്രേക്ക് ഡൌൺ 2.5 മണിക്കൂറായി വലിച്ചു നീട്ടാൻ വേണ്ടി സ്വല്പം വെടിവെപ്പ്, ചേസിംഗ്, ഡ്രാഫ്റ്റിംഗ്, ഡാൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. 1-2 പുതിയ കഥാപാത്രങ്ങളും ചിത്രത്തിലുണ്ട്. എന്തായാലും സിനിമയുടെ പോക്ക് ഇങ്ങനെ തന്നെയാണ്. വിടാമുയർച്ചയുടെ ബജറ്റ് ഏകദേശം 300 കോടിക്ക് മുകളിലാണ്. വിടാമുയർച്ചി പരാജയമാണോ വിജയമാണോ എന്നതാണ് താരത്തിന്റെ ആരാധകരുടെ ഇപ്പോഴുള്ള ചർച്ച. വിടാമുയർച്ചി ആഗോളതലത്തിൽ 126 കോടി രൂപ മാത്രമാണ് നേടിയത്. 1997 റിലീസായ ഹോളിവുഡ് ചിത്രം ബ്രേക്ക് ഡൌണിന്റെ അൺഒഫീഷ്യലായ ഒഫീഷ്യൽ റീമേക്കാണ് വിടാമുയർച്ചി. വിടാമുയർച്ചി പ്രഖ്യാപിച്ചിട്ട് 2 വർഷത്തോളമായി. അസർബൈജാനിൽ നടത്തിയ സിനിമയുടെ ചിത്രീകരണ വാർത്തകൾ നിരന്തരം ചർച്ചയായിരുന്നു. എന്നാൽ പലപ്പോഴും ചിത്രീകരണം തടസ്സപ്പെട്ടു. ചിത്രീകരണത്തിനിടെ വിടാമുയർച്ചിയുടെ ഒരാൾ മരിക്കുകയും ചെയ്തു. കലാസംവിധായകൻ മിലനാണ് ഹൃദയാഘാതത്തിൽ മരിച്ചത്. പരിക്കേറ്റ അജിത്ത് ഇന്ത്യയിലേക്ക് തിരിച്ചുവരികയും ചെയ്തിരുന്നു. തുടർന്ന് ആരോഗ്യം ഭേദമായി വീണ്ടും സിനിമയുടെ ചിത്രീകരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ഒടുവിൽ അജിത്തിന്റെ വിടാമുയർച്ചി എന്ന സിനിമ പ്രദർശനത്തിനെത്തിയെങ്കിലും പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്നും കളക്ഷൻ റിപ്പോർട്ട് താഴുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് അജിത്തിന്റെ ഈ സിനിമ OTTയിൽ എത്തുക. അജിത്ത് നായകനായി വേഷമിട്ടതിൽ മുമ്പ് വന്നത് തുനിവാണ്. അജിത്തിന്റേതായി 2 വർഷം കഴിഞ്ഞാണ് ഇപ്പോൾ വിടാമുയർച്ചി എന്ന സിനിമ എത്തിയത്. ചിത്രത്തിൽ തൃഷയും അർജുനും തങ്ങളുടെ ഭാഗം ഗംഭീരമാക്കിയിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.